കണ്ണൂരിലെ CPM പ്രവർത്തകൻ ഒണിയൻ പ്രേമൻ വധക്കേസിൽ കുറ്റാരോപിതരായ മുഴുവൻ RSS BJP പ്രവർത്തകരെയും കോടതി വെറുതെ വിട്ടു. RSS BJP പ്രവർത്തകരായ 10 പേരെയാണ് കോടതി വെറുതെ വിട്ടത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 2015 ഫെബ്രുവരി 25-നാണ് CPM പ്രവർത്തകനായ ഒണിയൻ പ്രേമൻ കൊല്ലപ്പെട്ടത്. RSS BJP പ്രവർത്തകർക്ക് വേണ്ടി അഡ്വക്കേറ്റ് PS ഈശ്വരൻ, അഡ്വക്കേറ്റ് P പ്രേമരാജൻ, അഡ്വക്കേറ്റ് T സുനിൽകുമാർ എന്നിവർ ഹാജരായി. മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. CPM പ്രവർത്തകനായ ഒണിയൻ പ്രേമൻ വധക്കേസിൽ പ്രതികളാക്കപ്പെട്ട 10 BJP RSS പ്രവർത്തകരെയാണ് കോടതി ഇന്ന് വെറുതെ വിട്ടിരിക്കുന്നത്. ഈ കേസിൽ RSS BJP പ്രവർത്തകർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് P പ്രേമരാജൻ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു വിധി? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം നിരപരാധികളെ ആയിരുന്നു ഈ കേസിൽ പ്രതി ചേർത്തിരുന്നത്. ഈ കേസിന്റെ നാൾവഴി പരിശോധിച്ചു കഴിഞ്ഞാൽ FIR-ൽ ആദ്യം ഈ സംഭവത്തിലൊന്നും ഉൾപ്പെടാത്ത വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന 6 പേരെ 14 മണിക്കൂറിന് ശേഷം CPM നേതാവ് പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ പറയുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും അവർ ആദ്യത്തെ പ്രതികൾ 6 പേര് 7 പേരിൽ 6 പേരും നാട്ടിലില്ല എന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ മണ്ഡലം ചുമതലയുള്ള ആളുകളെ, മണ്ഡല ഉപരി ചുമതലയുള്ള കാര്യകർത്താക്കളെ ഈ കേസിലേക്ക് പിന്നീട് പ്രതി ചേർക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കേസിൽ 1 മുതൽ 10 വരെ പ്രതികൾ ഈ കേസിലേക്ക് വന്നത്. അത് കോടതിയുടെ മുന്നിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. അപ്പം ഈ വിചാരണ വേളയിലൊക്കെ എങ്ങനെയായിരുന്നു ഇവരെ ഈ കൃത്യമായി ഇവർ പ്രതികളല്ല എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ നമുക്ക്? കാരണം ഈ കേസിൽ FIR-ൽ പ്രതി ചേർക്കപ്പെട്ട ഒരു പ്രതിയെ ഞങ്ങൾ പ്രതിഭാഗം സാക്ഷിയായിട്ട് കോടതി മുമ്പാകെ വിസ്തരിച്ചിരുന്നു. അയാൾ അന്ന് ഒരു ചിക്കൻ ബോക്സ് പോലുള്ള അസുഖം ബാധിച്ച് വീട്ടിൽ കിടപ്പിലായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് 2 തവണ ഈ അയാളുടെ വീട്ടിൽ സെർച്ച് ചെയ്ത സമയത്തും അയാളുടെ ഈ അവസ്ഥ കണ്ട് അവർ പിൻവാങ്ങുകയായിരുന്നു. പിന്നീടാണ് അയാളെ മാറ്റിയിട്ട് മറ്റ് പ്രതികൾ ചേർക്കുന്നത്. അതുപോലെ ചില പ്രതികൾ ആ സമയത്ത് മൈസൂരിലായിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യം തന്നെ ഇത് കൃത്യമായി ബോധ്യം വന്നതുകൊണ്ട് ഈ 6 പ്രതികളെയും FIR-ലെ 6 പ്രതികളെയും, കാരണം ഈ സംഭവം നടക്കുന്നത് ചിറ്റാരിപ്പറമ്പ്, അതായത് കണ്ണവും പോലീസ് സ്റ്റേഷനിൽ സുമാർ 4 കിലോമീറ്റർ മാറിയാണ്. ആ സമയത്ത് തന്നെ പോലീസ് അവിടെ എത്തിയിരുന്നു. എന്നിട്ടും പിറ്റേ ദിവസം 11 മണിവരെ FI സ്റ്റേറ്റ്മെന്റ് പരാതി നൽകാൻ വേണ്ടിയിട്ട് അവരെ ഡിലേ ആക്കി. ആ പരാതിയിൽ പോലും ഇല്ലാത്ത ആളുകളുടെ പേരുകളാണ് പറഞ്ഞത്. പിന്നീട് ആ പ്രദേശത്തെ ഒരാഴ്ചക്ക് ശേഷമാണ് ഈ നിലവിലുള്ള പ്രതികളെ ഈ കേസിലേക്ക് പ്രതിയേർത്തിരിക്കുന്നത്. അത് കോടതിക്ക് മുന്നിൽ നമ്മൾ സാക്ഷി വിസ്താരത്തിലൂടെയും മറ്റ് തെളിവുകളിലൂടെയും കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയൊരു ഭാഗ്യമാണ്. പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട് വേട്ടയാടപ്പെട്ടവർക്ക് നീതി ലഭിച്ചു എന്ന് നമുക്ക് തീർച്ചയായും. കാരണം രാഷ്ട്രീയ കേസുകളിൽ പാർട്ടി നിർദ്ദേശപ്രകാരം ലിസ്റ്റ് കൊടുത്ത് പ്രതി ചേർക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം UAPA ആക്ട് എടുത്തായിരുന്നു ഈ കേസിലെ പ്രതികൾക്കെതിരെ FIR-ഉം മറ്റ് നടപടികളും നടത്തിയിരുന്നത്. പിന്നീട് ആണ് 2016-ലാണ് ഇതിൽ UAPA ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നതാണ്. അത്യന്തം ഭീകരമായ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റം, രാജ്യദ്രോഹപരമായ ഒരു കുറ്റം ആരോ ചെയ്തു എന്ന രീതിയിലായിരുന്നു ഈ കേസിലെ പ്രതികൾക്കെതിരെ ആരോപണം ആദ്യം ഉണ്ടായിരുന്നത്. നമ്മളിപ്പം BJP-യുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി കൂടി ചേരുന്നുണ്ട്. ശ്രീ ബിജു, ഏതാണ്ട് 10 വർഷം നീണ്ട ഒരു വേട്ടയാടൽ, ആ വേട്ടയാടലിനൊടുവിൽ നീതി ലഭിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കേസിൽ BJP RSS പ്രവർത്തകർ നിരപരാധികളായിരുന്നു എന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് ഇവിടുത്തെ നീതിദേവതയുടെ കണ്ണു തുറന്നു എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. 10 RSS BJP പ്രതികളെയാണ് പ്രതി ചേർക്കപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ആ നാട്ടിൽ പോലും ഇല്ലാതെ ആളുകളെയാണ് പ്രതി ചേർക്കപ്പെട്ടത്. ആ സ്ഥലത്ത് പോലും, സംഭവം നടന്ന പരിസര പ്രദേശങ്ങളിൽ പോലും ഈ പ്രതികൾ ഉണ്ടായിരുന്നില്ല, പ്രതി ചേർക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും BJP-യുടെയും പ്രവർത്തകരായിട്ടുള്ള ആ നാട്ടിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ പ്രതി ചേർത്ത് അവരുടെ പ്രവർത്തനം സംഘടനാ പ്രവർത്തനം മാത്രമായിരുന്നു. അങ്ങനെയാണ് അവിടെ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ പ്രധാന പ്രവർത്തകരെ പ്രതി ചേർത്ത് കേസിൽ ഉൾപ്പെടുത്തി UAPA പോലുള്ള കുറ്റം ചുമത്തി ജയിലിനകത്തിട്ട് ഇപ്പോൾ ഏതായാലും കോടതി അവരെ നിരപരാധിയായെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വളരെയേറെ സന്തോഷമുണ്ട് ഈ കേസിൻ്റെ വിധി ഈ തരത്തിൽ വന്നതിൽ. CPM നേതൃത്വം കൊടുത്ത ലിസ്റ്റിനനുസരിച്ചാണ് ഈ BJP RSS പ്രവർത്തകർ പ്രതികളാക്കപ്പെട്ടത് എന്ന് തുടക്കം തൊട്ടൊരു ആരോപണം ഉയർന്നൊരു കേസ് കൂടിയാണ്. അത്തരം നീക്കങ്ങൾക്കുള്ള CPM-നൊരു നീക്കങ്ങൾക്കുള്ളൊരു തിരിച്ചടി കൂടിയല്ലേ ഈ കേസിൽ? അല്ല, കൃത്യമായിട്ടും CPM അക്രമ രാഷ്ട്രീയം കണ്ണൂർ ജില്ലയിൽ കൊണ്ടുവന്നത് CPM ആണ്. കൊലപാതക രാഷ്ട്രീയം കൊണ്ടുവന്നത് CPM ആണ്.
ഇവർ പിന്നെ പല സ്ഥലങ്ങളിലും പ്രകോപനമുണ്ടാക്കി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. അതിനുശേഷം നിരപരാധികളെ വേട്ടയാടുന്നു. പ്രതികളുടെ പട്ടിക CPM ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത് ആ ഒരു CPM ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് പ്രതിയേർക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് പ്രതികളായിട്ട് വരുന്നു. അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ഒരു CPM നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള പാർട്ടിക്കാരെ പ്രതികൾ ചേർക്കപ്പെട്ട് അവരെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അതായത് വലിയ ചുമതലയുള്ള സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഒതുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇത്തരം നീക്കങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ നമ്മുടെ സംഘപ്രവർത്തനം കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച മുതൽ തന്നെ സംഘത്തിൻ്റെ പ്രവർത്തനം തടയാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തുക, ആക്രമിക്കുക, കൊലപ്പെടുത്തുക, പിന്നെ കേസുകളിൽ ഉൾപ്പെടുത്തി പീഡിപ്പിക്കുക, വീട്ടുകാരെ പിന്തിരിപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനം CPMൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് കണ്ണവം ഒണിയൻ പ്രേമൻ്റെ കൊലപാതകത്തിൽ പ്രതിയേർക്കപ്പെട്ടവർ യാതൊരു ബന്ധവുമില്ലാതെ പാവപ്പെട്ട അവിടുത്തെ BJP RSS അനുഭാവികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ചുമതല വഹിക്കുന്ന ആളുകൾ, അവരെയാണ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സത്യം ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു. അത് ഇവർക്ക് അനുകൂലമായിട്ട് മാറി. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഏതാണ്ട് 10 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ BJP RSS പ്രവർത്തകർക്ക് നീതി ലഭിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും അതുപോലെ തന്നെ BJP നേതൃത്വവും വ്യക്തമാക്കുന്നത്. കെ സുബുദ്ദീനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.